വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഞാൻ മെട്രിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസൊക്കെ നിങ്ങൾ പഠിച്ചതാണ് എന്ന് വിചാരിക്കുന്നു. മെട്രിക്സസ് നോക്ക്. നിങ്ങൾ കുറച്ചൊന്ന് അതിൻ്റെ ഒന്ന് ഡെഫിനേഷനൊക്കെ നമുക്ക് പറഞ്ഞിട്ട് എക്സസൈസിലോട്ട് വരാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് തുടങ്ങാം. Matrix, numbers arranged into rows and columns. ഓക്കെ, ഇങ്ങനെ നോക്കുന്നതാണ് റോ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. ഇതാണ് കോളം. ഇപ്പോഴും നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. കാരണം അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതറിയാലോ, ഡിറ്റർമിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. നിങ്ങൾക്ക് റോയും കോളം എന്താണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. നമ്മളിതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്. നമ്മൾ ഓർഡർ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എത്ര റോസ് ഉണ്ടെന്ന് എഴുതും. 2. എത്ര കോളം ഉണ്ട്? 1, 2, 3. കോളം താഴോട്ടാണ് കേട്ടോ. പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷനാണ് ആദ്യം. ഇവിടെ 3 എഴുതുക. നമ്മളിവിടെ എഴുതുന്നത് 2 × 3 എന്നാണ്, പക്ഷെ വായിക്കുന്നത് 2/3 മെട്രിക്സ് എന്നാണ് കേട്ടോ. വായിക്കുന്നത് റീഡാസ് 2/3 മെട്രിക്സ്. അത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് എന്തെഴുതും? നമ്പർ ഓഫ് റോസ്. സെക്കൻഡാണ് നമ്പർ ഓഫ് കോളംസ്. ഇനി ഇതിനകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദിസ് മെട്രിക്സ് ഈസ് 2 × 3 6. അപ്പം നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം എത്ര റോ ഉണ്ടെന്ന് എഴുതും, പിന്നെ ഇൻറ്റു എഴുതുക, പിന്നെ കോളം. പക്ഷെ വായിക്കുന്നത് 2/3 മെട്രിക്സ്. ഓക്കെ, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 2 × 3 6. നമുക്കൊരു ജനറലായിട്ടൊരു മെട്രിക്സ് എഴുതാം. 2/3 മെട്രിക്സ്. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം. ഇവിടെ ആദ്യ റോ, ഇത് കോളം. ഇങ്ങനെ നോക്കുന്നത് എന്താ? ഫസ്റ്റ് റോ. ഇവിടെ എത്ര കോളം വരെയുണ്ട്? 3 കോളംസ് അല്ലേ. അടുത്ത എലിമെൻ്റ് എങ്ങനെ എഴുതാം? A12, A13. കണ്ടോ, ഇവിടുത്തെ ഫസ്റ്റ് 1, 1, 1 അതങ്ങനെ സെയിം ആയിട്ട് എഴുതും. ഇവിടെ 3 ആയതുകൊണ്ട് A13 നമുക്ക് അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്തത് A21, A22, A23. ഒരു 2/3 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എഴുതിയപ്പോൾ ഏതിൽ വന്ന് നിന്നു? A23 സ്റ്റോപ്പായി. കൺസ്ട്രക്റ്റ് 2/3 മെട്രിക്സ് അല്ലെ 3/4 മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്കതിലോട്ട് എക്സസൈസിലുണ്ട് വരാം. ഓർഡർ ഏതൊക്കെ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെ വരാമെന്ന്. ഇവിടെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് 8 ആണെന്നിരിക്കട്ടെ. ഇതിനകത്ത് ഏതൊക്കെ ഓർഡർ വരാം? പോസിബിൾ ഓർഡേഴ്സ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/8 എന്നുവെച്ചാൽ 1 റോ 8 കോളംസ്. തിരിഞ്ഞും വരാമല്ലോ. 8/1 8 റോസ് 1 കോളം. 2/4 2 റോസ് 4 കോളംസ്. 4/2. എ മെട്രിക്സ് ആസ് 8 എലിമെൻറ്റ്സ്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് എന്ന് ചോദിച്ചാൽ പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8, 8/1, 2/4, 4/2. 8 ഏതൊക്കെ രീതിയിൽ ഇൻറ്റു ചെയ്താൽ കിട്ടും, അത് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, പ്രൈം നമ്പർ ആണെങ്കിൽ അതിനകത്ത് എത്ര ഓർഡർ വരത്തുള്ളൂ? 11 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെ വരാം? 1/11 11 എലിമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് ചോദിച്ചാൽ 1/11 ആൻഡ് 11/1. മനസ്സിലായി?
construct a 3/2 matrix whose each element half into aij. നമ്മൾ ജനറലായിട്ടൊരു എലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് aij. ഹാഫ് ഇൻറ്റു മോഡ് i-j അബ്സല്യൂട്ട് വാല്യൂ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്തെഴുതണം? a is equal to ഇതിൻ്റെ ജനറൽ ഫോം എഴുതണം. 3/2 മെട്രിക്സ് അല്ലേ? a11 a12 2, കാരണം 2 കോളംസേ ഉള്ളൂ, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്തത് a21 സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തു. a22 2 സ്റ്റോപ്പ് ചെയ്തു, കാരണം 2 കോളംസേ ഉള്ളൂ. 3 റോസ് ഉണ്ട് അല്ലേ? a31 a32 ഉണ്ട്. 3/2 മെട്രിക്സ് വന്നു. ലാസ്റ്റ് എലിമെൻ്റ് എന്ത് വന്നു? a32. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കണ്ടുപിടിക്കാം എങ്ങനെയാണ്. നമുക്കിവിടെ ഒരു എലിമെൻറ്റ് ഞാനൊന്ന് പറയാം. ഇപ്പോൾ a11 ഇവിടെ aij എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് i-j. നമ്മൾ ഹാഫ് എഴുതുക. ഇവിടെ i എന്താ? 1, j 1, 1 - 1, 0/2 എന്താ? 0. a12 ഹാഫ് ഇൻറ്റു i1 j2, 1 - 2. 1 - 2 എന്താ? -1. -1ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1. ഹാഫ് ഇൻറ്റു 1 എത്ര? 1/2. a21 ഹാഫ് ഇൻറ്റു മോഡ് i-j. ഇവിടെ 2 - 1 i2 j1. a22 ഹാഫ് ഇൻറ്റു 2 - 2 എത്ര? 0. 0യുടെ അബ്സല്യൂട്ട് വാല്യൂ 0. a22 കഴിഞ്ഞു. അടുത്തത് a31 ഹാഫ് ഇൻറ്റു 3 - 1 പോസിറ്റീവ് 2, അബ്സല്യൂട്ട് വാല്യൂ എന്താ? 2. ഹാഫ് ഇൻറ്റു 2 1. a32 ഹാഫ് ഇൻറ്റു 3 - 2 1, അബ്സല്യൂട്ട് വാല്യൂ 1, 1/2. ഇനി നമുക്കിവിടെ മെട്രിക്സ് എടുത്ത് എഴുതാം. ഈ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? a11 നമുക്ക് എത്ര കിട്ടി? 0. a12 1/2. a21 1/2. 0 1 1/2. ഇങ്ങനെയാണ് നമ്മളൊരു 3/2 മെട്രിക്സ് അല്ലെ, ഏതാണോ ക്വസ്റ്റ്യനിൽ ഓർഡർ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എഴുതുക. തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. aij എന്താണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക. ടൈപ്സ് ഓഫ് മെട്രിക്സസ്. കോളം മെട്രിക്സ് പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, അതിന് ഒരു കോളമേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിന് കോളം മെട്രിക്സ്. എ മെട്രിക്സ് വിത്ത് ഓൺലി 1 കോളം. For example, 1 2 0 7. Okay, first row, second row, third row, fourth row. ഇത് 4/1 മെട്രിക്സ്. അപ്പം കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ എത്ര റോ വേണമെങ്കിലും വരാം, പക്ഷേ കോളം എന്തായിരിക്കണം? only 1 കോളം. ഇപ്പോൾ റോ മെട്രിക്സ് എന്തായിരിക്കും? എ മെട്രിക്സ് വിത്ത് only 1 റോ. A matrix with only 1 row. One by 4. Only 1 row. First column, second column, third column, fourth column.
സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ, റെക്റ്റാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എന്താ ഈക്വൽ. അതുപോലെ ഒരു മെട്രിക്സ് വരുമ്പോൾ എന്തായിരിക്കും, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. പിന്നെ ഡിഗ്രിക്ക് പോയാലും ബിടെക്കിന് പോയാലും അവിടെ മെട്രിക്സ് ഒത്തിരിയുണ്ട് കാര്യങ്ങളപ്പം എക്കലൻ ഇപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് അതാണ് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സസൈസിലോട്ട് വരാമെന്ന് വിചാരിക്കും. നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എ മെട്രിക്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് റോസ്. നമ്പർ ഓഫ്, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നേ ഉള്ളൂ, ഡെഫിനിഷൻ കേട്ടോ. നമ്പർ ഓഫ് കോളംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. ഫോർ എക്സാമ്പിൾ 1 2 3 0 -1 7 2 3 4. ഇപ്പം നമുക്കിതിന് 3x3 മെട്രിക്സ് എന്ന് പറയണമെന്നില്ല. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞാലും മതി. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ എന്താ, 3 റോസ് 3 കോളംസ് ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഈ എലിമെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദിസ് എലിമെൻറ്റ്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ദിസ് എലിമെൻറ്റ്. തേർഡ് റോ തേർഡ് കോളം, 1 -1 4. ഇത്രയും എലിമെൻറ്റ്സിന് പറയുന്ന പേര് ഇത്. ഇതിന് പറയുന്ന പേരാണ്. നമ്മളിങ്ങനെ എടുക്കില്ല, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ദീസ് എലിമെൻറ്റ്സ് ആർ കോൾഡ് മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയാം. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണമെങ്കിൽ ആദ്യം അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഇൻ എ സ്ക്വയർ മെട്രിക്സ് 2 0 0 0 3 0 0 0 4. ഈ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം എന്താ, നോൺ സീറോ എലിമെൻറ്റ്സ് അല്ലേ. അതർ എലിമെൻറ്റ്സ് എല്ലാം എന്താ, ബാക്കിയെല്ലാം എന്താ, സീറോ. ഇങ്ങനെ വരുന്ന സ്ക്വയർ മെട്രിക്സിന് നമുക്ക് എന്താ പറയുന്നത്, ഡയഗണൽ മെട്രിക്സ്. ആ ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രം നോൺ സീറോ ആയിരിക്കും, ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. ഈ ഡയഗണൽ, ശരിക്കും അതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്, പക്ഷെ അത് ഡയഗണൽ എലിമെൻറ്റ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇവിടെ 5 ആണെങ്കിൽ 5 0 0 0 5 0 0 0 5 ഒരേ നമ്പർ വന്നു. അതുകൊണ്ടാണ് അതിന് സ്കെയിലാർ മെട്രിക്സ് എന്ന് പേര് വരാൻ കാരണം. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 I3, ഓർഡർ 2 I2. ഐഡൻറ്റിറ്റി മെട്രിക്സ് I3 എന്ന് പറഞ്ഞ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 1 0 0 0 1 0 0 0 1. ഈ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ I2 ഓർഡർ എന്താണ്, 2 റോസ് 2 കോളംസ് 1 0 0 1. 0 ഓർ നൾ മെട്രിക്സ്, അതേത് ഓർഡർ ആയിരുന്നാലും എല്ലാ എലിമെൻറ്റ്സും എന്തായിരിക്കണം, 0. നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്, അവിടെ ഓർഡർ ഒരു പ്രശ്നമേ അല്ല. ഏത് നമ്പർ എടുത്താലും എന്തായിരിക്കണം, ഓൾ എലിമെൻറ്റ്സ് ആർ 0. നമുക്ക് രണ്ട് മെട്രിക്സ് ഇക്വേറ്റ് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യണമെങ്കിലോ സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിലോ എന്തായിരിക്കണം, സെയിം ഓർഡർ ആയിരിക്കണം. കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ A 2/3 മെട്രിക്സ് ആണെങ്കിൽ B എന്തായിരിക്കും, 2/3 മെട്രിക്സ് തന്നെയായിരിക്കും.
അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് കമ്പയർ. അതിനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നാളെയും മറ്റന്നാളും 2 വീഡിയോ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസും കംപ്ലീറ്റ് ചെയ്യും, സെക്കൻഡ് എക്സസൈസും നമുക്ക് തുടങ്ങാം. ഒരു കമ്പാരിസൺ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് നിർത്താം. ഇത് എക്സാമ്പിളാണ് കേട്ടോ. 2a + b, a - 2b, 5c - d, 4c + 3d. That is equal to 4 - 3, 11, 24. ഇതുണ്ടോ ഓർഡർ 2/2 മെട്രിക്സ് അല്ലേ, സ്ക്വയർ മെട്രിക്സും ഇവിടെ അത് തന്നെയാണ്. അപ്പം നമുക്ക് ഇതുപോലെയാണ് കമ്പാരിസൺ ആയാലും അഡീഷൻ ആയിരുന്നാലും സബ്ട്രാക്ഷൻ ആയിരുന്നാലും A 2/3 ആണ്, B 2/3 ആയിരിക്കണം. അങ്ങനെ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഏതാണ് എലിമെൻറ്റ്? 2a + b. ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് അതേ സെയിം എലിമെൻ്റ് തന്നെ ഇവിടെ എടുക്കുക, സെയിം പൊസിഷൻ. 2a + b = 4, ഇക്വേഷൻ നമ്പർ 1. പിന്നെ നമുക്ക് എയും ബിയും ഏതാണ് ഇവിടെ വരുന്നത്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളമാണ് അല്ലേ. a - 2b - 3. നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ബിയുടെ കോഎഫിഷ്യൻ്റ് എന്താ? -2. ഇവിടെ +1 അല്ലേ. ഇക്വേഷൻ 1 × 2. 4a + 2b = 8. നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ആണ്, വിട്ടുപോകരുത്. ഈ ഇക്വേഷൻ അതേപോലെ തന്നെ എടുത്തെഴുതാം. ഇനി നമ്മൾ ഈക്വൽ ആക്കിയ ആ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് ഓപ്പോസിറ്റ് സൈഡ്, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ രണ്ടും പ്ലസ്സോ രണ്ടും മൈനസോ സെയിം സൈൻ വന്ന സബ്ട്രാക്ഷൻ, എസ് അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ആഡ് ചെയ്യുക. 5a = 5. a എത്ര കിട്ടും? 1. a = 1. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ 2a + b, 2 × 1 + b = 4. b എത്ര കിട്ടും? നമ്മൾ ഈ പോസിറ്റീവ് 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ -2. b 2 കിട്ടി, a 1 കിട്ടി. സിമിലർലി നമുക്ക് അതുപോലെ ഏത് ഇക്വേറ്റ് ചെയ്യാം? 5c - d 11, 4c + 3d 24. ഇവിടെ നോക്കിയേ, ഇവിടെ ഡിയുടെ കോഎഫിഷ്യൻ്റ് -1, ഇവിടെ +3. നമുക്ക് ഈ ഇക്വേഷനെ മാത്രം +3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × ഇക്വേഷൻ 3. 15c - 3d = 33. 4c + 3d = 20. ഇവിടെ എന്താ? ഓപ്പോസിറ്റ് സൈഡ് അഡീഷൻ. 57 / 93. സി നമുക്ക് ഇവിടെ കൊടുത്താലും മതി. 4 × 3 12. 3d = 24. 3d = 24 - 12. 12 / 3. ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അൺനോൺ എയോ ബിയോ എക്സോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നത്. നമുക്ക് നാളത്തെ വീഡിയോയിൽ ഫസ്റ്റ് എക്സസൈസാണ്. എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. താങ്ക് യു.